ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. 1000 ആരാധന സ്തുതിഗീതികൾ ദൈവസന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ ഉയർത്തുന്നു. ഈശോയെ ഒന്ന് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനി നിൻ മക്കൾ കൂടിയിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനി നിൻ മക്കൾ കൂടിയിടുമ്പോൾ, മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടമെന്നരുൾ, മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടമെന്നരുൾ, ചെയ്തവൻ നീ മാത്രമാം നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമാം നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. 2 കൈകളും ഉയർത്തി ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ആരാധന ആരാധന യേശുവേ ആരാധന. ഒരുമിച്ച് വിളിച്ചാരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. 1000 ആരാധന സ്തുതിഗീതികൾ ദൈവസന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു, കൈകൾ കൂപ്പിക്കൊണ്ട്. യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. കർത്താവിനെ വിളിച്ചാരാധിച്ച് യേശുവേ ആരാധന. എല്ലാവരും യേശുവേ ആരാധന. പൂർണ്ണമായും സമർപ്പിച്ച് യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും തന്നെ കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ഒരുങ്ങുകയാണ്. നമുക്കൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ കിട്ടുന്ന എത്രയോ വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, അവസരമാണ്. നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ ഇതാ ഈശോ നമ്മുടെ വീടുകളിലേക്ക് വരുന്നു. ആത്മജ്വാല ശുശ്രൂഷയിലൂടെ നമ്മളെ എല്ലാവരെയും വചനമായും ദിവ്യകാരുണ്യമായും എഴുന്നള്ളി വരുന്ന കർത്താവ് എത്രയോ അധികമായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് യേശു മിശിഹ വചനമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നൽകുന്ന അനുഗ്രഹിക്കുന്ന സന്ദേശം ഇപ്രകാരമാണ്: നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ കണ്ണുനീരുകൾക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. നമ്മളൊക്കെ പലതരത്തിലുള്ള കാരണങ്ങളാൽ പലപ്പോഴും കരയുന്നവരാണ്, കണ്ണുനീര് പൊഴിക്കുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. ഒത്തിരിയേറെ മക്കളെ നമുക്കറിയാം,
വലിയ സങ്കടവും വേദനയും കാരണം നിരന്തരം കരയുന്നവർ. നമ്മുടെ കണ്ണുനീരുകൾക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നത്, നിന്റെ ഓരോ കണ്ണുനീർ തുള്ളികളും ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീരുകൾക്ക് ഏറെ വിലയുണ്ട്. വിശുദ്ധ സുവിശേഷത്തിലെ ഏതാനും ചില വ്യക്തികളെ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കർത്താവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചവർ. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം കണ്ണുനീരുകൾക്ക് ദൈവസന്നിധിയിൽ അത്രയേറെ വിലയുണ്ട് എന്ന്. ആദ്യം നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വചനത്തിൽ ആ നായിമിലെ വിധവ ഏകമകൻ മരിച്ചതിൻ്റെ സങ്കടവുമായിട്ട് മകൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് പോകുന്ന ആ വിധവയായ അമ്മയെ കണ്ടിട്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. എന്നിട്ടോ ആ ശവമഞ്ചത്തിൽ തൊട്ട് ആ യുവാവിനോട് എഴുന്നേൽക്കെന്നൊക്കെ പറഞ്ഞ് പുത്തൻ ജീവൻ കൊടുത്ത് ആ മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ആത്മീയമായ മർമ്മം എന്നതാണ്. കരഞ്ഞ് കരഞ്ഞ് മകൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ അമ്മയുടെ കണ്ണുനീര് കർത്താവ് കണ്ടു. ദൈവസന്നിധിയിൽ ഓരോ കണ്ണുനീർ തുള്ളികൾക്കും ഏറെ മൂല്യമുണ്ട്, വിലയുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു എന്ന് വചനം പറയുന്നത്. ആ അമ്മയുടെ കരച്ചിൽ കണ്ട് കണ്ണുനീർ കണ്ടിട്ട് ഈശോയുടെ മനസ്സലിഞ്ഞു. അങ്ങനെ ആ മകനെ ഉയർപ്പിച്ച് അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് ഏത് കാരണത്തെ പ്രതി നമ്മൾ എന്ന് പറഞ്ഞാൽ, ഓ കർത്താവേ അവൻ്റെ തലയിൽ ഇടിവെട്ട് കൊണ്ടില്ലല്ലോ, പാമ്പ് കടിച്ചില്ലല്ലോ എന്നോർത്ത് കരഞ്ഞല്ല, അങ്ങനത്തെ കരച്ചിലല്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുനീരുകൾക്ക് വിലയുണ്ട്. അതാണ് വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാനാൻകാരി സ്ത്രീയെ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആ 22, 23 അങ്ങനെയുള്ള വചനം, 21-ാം വചനം മുതൽ ഒരു കാനാൻകാരി സ്ത്രീ കരഞ്ഞു വന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ എൻ്റെ മകളിൽ കനിയണമേ, അവളെ ഇതാ ഒരു പിശാച് പിടികൂടിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. ആദ്യമൊക്കെ കർത്താവ് അധികം മൈൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ലെങ്കിലും ഈശോ നേരത്തെ തന്നെ ആ അമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോളെ തന്നെ തീരുമാനിച്ചു, മകളെ സുഖപ്പെടുത്തണം, പിശാചിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുനീരുകൾക്ക് വിലയുണ്ട്. അതുകൊണ്ടാണ് ആ കാനാൻകാരി സ്ത്രീ അങ്ങനെ അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവസാനം ഒരൊറ്റ വചനമേ കർത്താവ് പറഞ്ഞുള്ളൂ, സ്ത്രീയെ നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. ആ സമയം തന്നെ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി എന്ന് വചനം എഴുതി വച്ചിരിക്കുന്നു. കണ്ണുനീരുകൾക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ആരൊക്കെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇവരെ പോലെയൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഉറപ്പായും വിശ്വസിച്ചോ പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീർ തുള്ളികൾ പാഴായി പോകില്ല. അത് ദൈവസന്നിധിയിൽ ഏറെ മൂല്യമുള്ള പ്രാർത്ഥനയായിട്ട് നിലകൊള്ളും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിന്റെ കണ്ണുനീർ തുള്ളികൾ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. ഏതാണ് ഈ കുപ്പി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഹൃദയം. പിതാവായ ദൈവം, പുത്രനായ ഈശോ തൻ്റെ ഹൃദയത്തിലാണ് നമ്മൾ കരയുന്ന കണ്ണുനീരുകളൊക്കെ ശേഖരിച്ചു വെക്കുന്നത്. അപ്പോൾ അത്തരം മൂല്യമുള്ളതായതുകൊണ്ടല്ലേ ഹൃദയത്തിൽ ശേഖരിക്കുന്നത്. നമ്മൾ പറയല്ലേ, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ എവിടെയാ? ചിലർ പറയും, അവളെൻ്റെ ചങ്ക, അവനെൻ്റെ ചങ്ക, എൻ്റെ ഹൃദയത്തിലാ സ്ഥാനം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാ? അത്ര പ്രധാനപ്പെട്ടതാ. അതുകൊണ്ട് ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു.
കർത്താവിനെ സംബന്ധിച്ച് നമ്മുടെ കണ്ണുനീരുകൾ അത്ര പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ സ്വർണം, വെള്ളി, രത്നങ്ങൾ, അമൂല്യമായ മറ്റ് നിധികൾ, അതാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ശേഖരിച്ചേക്കുന്നതല്ല. അതൊക്കെ മനുഷ്യർക്ക് പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് നമ്മുടെ കണ്ണുനീർ തുള്ളികൾ ഏറെ വിലയുള്ളതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വചനത്തിൽ ഒരു പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരയുന്നതും ആ കണ്ണുനീര് കൊണ്ട് പാദം കഴുകുന്നതും തുടയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഹൃദയസ്പർശിയായ വചനഭാഗങ്ങൾ. അവിടെയും കർത്താവ് യേശു മിശിഹ ആ സ്ത്രീയോട് പറഞ്ഞില്ലേ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക. അപ്പം അനുതാപത്തോടെയുള്ള കണ്ണുനീരുകൾക്ക് ദൈവസന്നിധിയിൽ അത്രയേറെ വിലയുണ്ട്. എന്തോരം വിലയുണ്ട്! ഒരു വ്യക്തിയെ വിശുദ്ധിയിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ അനുവദിക്കുന്ന അത്ര വിലയാണുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കരഞ്ഞു വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീരിൻ്റെ വിലയാണ് പ്രിയപ്പെട്ടവരെ സമാധാനം, സന്തോഷം, ആത്മസംതൃപ്തി. ഇതൊക്കെ കൊണ്ട് നമ്മളെ കർത്താവ് നിറച്ചു തരും. അപ്പം നമ്മൾ ഏത് കാരണത്തെ പ്രതിയും കരയുന്നോ അത് പാഴായി പോകാതിരിക്കേണ്ട കണ്ണുനീരാണെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കരയണം. ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചോ, അതിനൊക്കെ വിലയുണ്ടാകും. വീണ്ടും നമ്മൾ കാണുന്നില്ലേ പത്രോസിൻ്റെ കാര്യം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാം വചനത്തിൽ ഈ പത്രോസ്ലീഹ 3 പ്രാവശ്യം കർത്താവ് യേശു മിശിഹായെ തള്ളിപ്പറഞ്ഞതിന് ശേഷം താൻ ചെയ്തത് വലിയ അപരാധമായി പോയി എന്ന് ഒരു കോഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ കോഴിയുടെ പറച്ചിൽ കേട്ട് പത്രോസ് പുറത്തുപോയി, വചനം പറയുന്നത് എങ്ങനെയാ, അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ആ കരച്ചിലൂടെ കിട്ടിയ പ്രതിഫലം എന്നതാണ്, പത്രോസിനെ കർത്താവ് യേശു മിശിഹ സഭയുടെ തലവനായി അവരോധിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ, അനുതാപത്തോടെ താൻ ചെയ്തു പോയത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളും ഇതുപോലെ മനം നൊന്ത് കരഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയോ അതൊക്കെ കർത്താവ് തിരിച്ചു തരും. ജീവിതത്തിൽ എന്തൊക്കെ കൈമോശം വന്നു എന്ന് വിചാരിക്കുന്നോ അതെല്ലാം ഈശോ തിരിച്ചു തരും. പത്രോസിനെ സഭയുടെ തലവനായി അവരോധിച്ചു. ആ അനുതാപത്തോടെയുള്ള ഒരൊറ്റ കരച്ചിലാണ്. വീണ്ടും ഒരാളെ കൂടെ നമ്മൾ കാണുകയാണ്. ആ ലാസറിൻ്റെ കുഴിമാടത്തിൽ ഇങ്ങനെ കരയുന്ന, ലാസറിനെ പ്രതി കരയുന്ന ലാസറിൻ്റെ സഹോദരിമാർ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 32-ാം വചനത്തിൽ പ്രിയപ്പെട്ടവരെ, അവിടെയും അവരുടെ രണ്ടുപേരുടെയും കണ്ണുനീര് കണ്ട് കർത്താവ് യേശു മിശിഹ മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. അവിടെയും അത്യത്ഭുതം സംഭവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണെന്ന് ഇങ്ങനെ ഒരു 4-5 ഉദാഹരണങ്ങൾ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് എടുത്തത്? ഇത് നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രത്യാശയും പ്രതീക്ഷയും തരും. ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചോ, ആ കണ്ണുനീരിന് എന്തെന്നില്ലാത്ത വിലയുണ്ട്. കർത്താവ് അത് കേൾക്കും, നമ്മുടെ കണ്ണുനീരുകൾ സ്വീകരിക്കും, നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എഴുന്നേറ്റ് നിൽക്കാം മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഏതൊക്കെ കാരണത്തെ പ്രതിയാണോ നമ്മൾ കരയുന്നത്, ഒത്തിരിയേറെ മക്കൾ പലതരത്തിലുള്ള സങ്കടങ്ങൾ, വീഴ്ചകൾ, തകർച്ചകൾ മൂലം കരയുന്നവരുണ്ട്, വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഓരോരുത്തരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീരുകൾക്ക് എത്രയേറെ വിലയുണ്ട് എന്ന് ബോധ്യം തന്ന് കർത്താവെ അങ്ങയുടെ അടുത്ത് വന്ന് മാത്രം കരയുവാൻ ഇടയാക്കണമേ. സഹനങ്ങൾ കൊണ്ട് ജീവിതം മുഴുവൻ, ഞങ്ങളുടെ ഉള്ളു മുഴുവൻ നീറുന്ന വേളയിൽ കരഞ്ഞ് കരഞ്ഞ് ഇതാ കർത്താവെ അങ്ങയുടെ പക്കലേക്ക് വരുന്നു. മക്കളെ, 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം.
ഏത് കാരണത്തെ പ്രതിയാണോ നമ്മൾ കരയുന്നത്, നമ്മൾ സഹിക്കുന്നത്, നമ്മൾ സങ്കടപ്പെടേണ്ടി വരുന്നത്, എന്ത് തന്നെയായാലും കർത്താവിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്തിട്ട് യേശുവെ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, സ്വരമുയർത്ത് വിളിക്കാം സർവശക്തിയോടെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നമ്മുടെ സഹനങ്ങൾക്ക് പ്രതിഫലം തരും. നമ്മുടെ കണ്ണുനീർ തുള്ളികളെ കർത്താവിത അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ തുള്ളികളാക്കി തീർക്കും. ഇരു കരമുയർത്തി സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരാം. ഈശോയേ, സഹനങ്ങളാലെന്റെ മനസ്സാകെ നീറുമ്പോ കർത്താവേ ആശ്വാസം നൽകണമേ. കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് സഹനങ്ങളാലെന്റെ മനസ്സാകെ നീറുമ്പോ കർത്താവേ ആശ്വാസം നൽകണമേ. മക്കളെ, കൈകൾ ഇങ്ങനെ യാചനാരൂപത്തിൽ പിടിക്കുക. എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് മക്കളെ ഓർത്ത് വിഷമിച്ച് കരയുന്ന സങ്കടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളുടെ കണ്ണുനീരുകളെയും ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ, ഈ ദേശത്ത് എന്തുമാത്രം മാതാപിതാക്കളാണ് മക്കൾ ദുർനടപ്പുകാരായതിൻ്റെ പേരിൽ, അനുസരണമില്ലാത്തതിൻ്റെ പേരിൽ, ദുശ്ശീലത്തിനും ദുഷ്തഴക്കങ്ങൾക്കും അടിപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പേരിൽ എന്നും കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുന്ന ധാരാളം മാതാപിതാക്കൾ. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധന സമയത്ത് അങ്ങനെ കരയുന്ന മക്കളെ ഓർത്ത് അവരുടെ അനുസരണക്കേടും ദുർശീലവും ദുർനടപ്പും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ജീവിതവും കണ്ടിട്ട് ചങ്കുപൊട്ടി കരഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ കാണണമേ. അവരുടെ സഹനങ്ങൾക്ക് പ്രതിഫലം നൽകണമേ. മക്കളെ, രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. എല്ലാ മാതാപിതാക്കളും മക്കളെ ഓർത്ത് വിലപിക്കുന്ന സങ്കടപ്പെടുന്ന ഓരോ മാതാപിതാക്കളെയും സമർപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് കരമുയർത്തി യേശുവേ നിന്ന് വിളിക്കാം. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഓരോരുത്തരുടെ പ്രാർത്ഥനകളും ദൈവ സന്നിധിയിലേക്ക് എത്തട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകളും കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചേരണം. വിളിച്ച് പ്രാർത്ഥിക്കാം. വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ. ഈശോയേ, സഹനങ്ങളാലെന്റെ മനസ്സാകെ നീറുമ്പോ കർത്താവേ ആശ്വാസം നൽകണമേ. എല്ലാവരും ചേർന്ന് സഹനങ്ങളാലെന്റെ മനസ്സാകെ നീറുമ്പോ കർത്താവേ ആശ്വാസം നൽകണമേ. മക്കളെ, കൈകൾ എങ്ങനെ യാചനാരൂപത്തിൽ പിടിക്കുക. എൻ്റെ കർത്താവേ, ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എത്രയോ അധികം യുവതി യുവാക്കളാണുള്ളത്. ഈശോയെ, വളർന്നു വലുതായിട്ട് അനുയോജ്യമായ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ വലിയ സഹനവും സങ്കടവും കണ്ണുനീരുമായിട്ട് ജീവിക്കുന്ന യുവതി യുവാക്കൾ, അനുയോജ്യമായൊരു ജീവിത പങ്കാളിയെ ലഭിക്കാത്തതിൻ്റെ പേരിൽ എന്നും സങ്കടപ്പെട്ടും കരഞ്ഞും ജീവിക്കാൻ വിധിക്കപ്പെട്ട അനേകം യുവതി യുവാക്കൾ. കർത്താവെ, അവരൊക്കെ ആരും കാണാതെ എനിക്കൊരു ജീവിതമില്ലല്ലോ, ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ആരോരും അറിയാതെ എപ്പോഴും കരഞ്ഞും സങ്കടപ്പെട്ടും സഹിച്ചും ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള യുവതി യുവാക്കളെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു. മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ വല്ലാതെ വിഷമവും സങ്കടവും വേദനയുമായി ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു. മക്കളെ, രണ്ട് കൈകളും ഉയർത്തുക. ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ചോ മക്കളെ. കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണും. ഈശോ നമ്മുടെ സഹനങ്ങൾക്ക് പ്രതിഫലം തരും. യേശുവേ എന്ന് വിളിക്കാം. വിശ്വാസത്തോടെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വരും, കർത്താവ് രക്ഷിക്കും, അവിടുന്ന് അനുഗ്രഹിക്കും. വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ. ഈശോയേ, സഹനങ്ങളാലെന്റെ
മനസ്സാകെ നീറുമ്പോൾ കർത്താവേ ആശ്വാസം നൽകണമേ. എല്ലാവരും ചേർന്ന് സഹനങ്ങളാൽ എൻ്റെ മനസ്സാകെ നീറുമ്പോൾ കർത്താവേ ആശ്വാസം നൽകണമേ. മക്കളെ, കൈകൾ യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. എൻ്റെ കർത്താവേ, ഈ കാലഘട്ടത്തിൽ മഹാമാരി പിടിപെട്ടതിൻ്റെ പേരിൽ വല്ലാതെ സഹിക്കുന്ന ലക്ഷക്കണക്കായ കുടുംബങ്ങൾ, ലക്ഷക്കണക്കായ ആളുകളാണുള്ളത്. കുടുംബത്തിലെ എല്ലാവർക്കും കോവിഡ് ബാധിച്ചതിൻ്റെ പേരിൽ, ഇത് മാരകമായി തീരുന്നതിൻ്റെ പേരിൽ, പോസ്റ്റ് കോവിഡ് ഡിസീസ് മൂലം എന്നും കരഞ്ഞും വിലപിച്ചും സങ്കടപ്പെട്ടും വിഷമിച്ചും ജീവിക്കുന്ന ആയിരക്കണക്ക് ലക്ഷക്കണക്കായ വ്യക്തികളെ ഇതാ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരൊക്കെ ആരും ആശ്രയമില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ, ചികിത്സിക്കാൻ പണമില്ലാതെ അങ്ങേയറ്റം വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ കണ്ണുനീരുകൾ അങ്ങ് കാണണമേ. അവരുടെ കണ്ണുനീരുകൾ ദൈവസന്നിധിയിൽ അമൂല്യങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, വേദനിക്കുന്നവരെ, രോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയ കർത്താവെ, കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ അനുകമ്പ കാണിച്ച കർത്താവെ, ദാവീദിന്റെ പുത്രനെന്ന് വിളിച്ച ഓരോ വ്യക്തികളെയും തൊട്ടനുഗ്രഹിച്ച് സൗഖ്യവും രക്ഷയും നൽകിയ ഈശോയെ, ഈ ആരാധന സമയത്ത് ഇങ്ങനെയുള്ള രോഗത്താൽ വേദനിച്ച് കഴിയുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തുക മക്കളെ, ഇരു കരങ്ങളും ഉയർത്താം. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് രക്ഷിക്കാൻ വരും, കർത്താവ് ശക്തിപ്പെടുത്തും, കർത്താവ് സൗഖ്യം നൽകും, കർത്താവ് നമ്മുടെ സഹനങ്ങൾക്കും കണ്ണുനീരുകൾക്കും പ്രതിഫലം തന്ന് അനുഗ്രഹിക്കും. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരട്ടെ. ഈശോയേ, സഹനങ്ങളാൽ എൻ്റെ മനസ്സാകെ നീറുമ്പോൾ കർത്താവേ ആശ്വാസം നൽകണമേ. എല്ലാവരും ചേർന്ന് സഹനങ്ങളാൽ എൻ്റെ മനസ്സാകെ നീറുമ്പോൾ കർത്താവേ ആശ്വാസം നൽകണമേ. മുട്ടുകൾ കുത്തി നിന്നുകൊണ്ട് ഒരുമിച്ച് സഹനങ്ങളാൽ എൻ്റെ മനസ്സാകെ നീറുമ്പോൾ കർത്താവേ ആശ്വാസം നൽകണമേ. മക്കളെ, രണ്ട് കൈകൾ ഇങ്ങനെ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് എളിയ സ്വരത്തിൽ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, അവിടുന്ന് ആശ്വാസം തരും, അവിടുന്ന് നമ്മളെ രക്ഷിക്കും. എളിയ സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ സഹനങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ഭാരം ലഘൂകരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. ഞങ്ങൾ ഈ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്നോളമെന്നെ ഇന്നോളവും മറ്റാരും സ്നേഹിച്ചതില്ല നാഥ, മറ്റാരും സ്നേഹിച്ചതില്ല. ഇന്നോളമെന്നെ ഇന്നോളവും മറ്റാരും
സ്നേഹിച്ചതില്ല നാഥ, മറ്റാരും സ്നേഹിച്ചതില്ല.